So what is political system? What are the characteristics of political system? What is input-output analysis of David Easton? What is black box model? What is structural function analysis of Alvin? ഇത്രയാണ് ഒരു ക്വസ്റ്റിനകത്ത് എത്രയാണ് നമുക്ക് ഒരു എസ്സേയുടെ ഭാഗമായിട്ട് വരും. ഇതിനകത്ത് നിന്നെല്ലാം വാട്ട് ഈസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളതൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം. ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഷോർട്ട് നോട്ടായിട്ട് വരാം. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഓഫ് ഡേവിഡ് ഈസ്റ്റൺ മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യനാണ്. ബ്ലാക്ക് ബോക്സ് മോഡൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ് ഓഫ് ആൽബർട്ട്. ഇങ്ങനെ 5-6 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇന്ത്യയിൽ. Okay, the system theory or system approach is a modern approach to politics which was borrowed from biology and adopted in political science as a convenient tool for the microscopic analysis of political phenomena. അപ്പോൾ സിസ്റ്റം തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു മോഡേൺ അപ്രോച്ചാണ്, ഒരു ആധുനിക സമീപനമാണ്. ഇത് നമ്മൾ കടമെടുത്തത് ബയോളജിയിൽ നിന്നായിരുന്നു. ബയോളജിയിലാണ് സിസ്റ്റം തിയറി എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു, അഡോപ്റ്റഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് ആസ് എ കൺവീനിയൻറ്റ് ടൂൾ ഫോർ ദ മൈക്രോസ്കോപ്പിക് അനാലിസിസ് ഓഫ് പൊളിറ്റിക്കൽ ഫിനോമിന. രാഷ്ട്രീയ പ്രതിഭാസങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ പഠനം നടത്തുവാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം തിയറി അല്ലെങ്കിൽ സിസ്റ്റം അനാലിസിസ് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Ludwig von Bartholomä, the father of system theory in biology, described the system as a set of elements standing in interaction. അപ്പോൾ ഈ സിസ്റ്റം തിയറിയുടെ പിതാവ് ഒരു ബയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലുഡ്വിഗ് ഓൺ ബർട്ടലോമേ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്, ഒരു കൂട്ടം ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡിങ് ഇൻ ഇൻ്ററാക്ഷൻ, പരസ്പരം പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം. കാരണം ബയോളജി നമ്മുടെ ബോഡി തന്നെ നമുക്ക് എന്തെടുക്കാം, ഒരു സിസ്റ്റമായിട്ട് കാണാം അല്ലേ. അതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ വരുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇങ്ങനെ പല സിസ്റ്റംസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഉണ്ടായാൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ എൻ്റയർ ബോഡി. ജസ്റ്റ് ലൈക്ക് ദിസ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് എലമെൻറ്റ്സ്. They are interacting each other. If a part become failed, that will lead to the destruction of the entire political system. So then, according to Morton A. Kaplan, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ, മോർട്ടൺ എ കെപ്ലാൻ്റെ കാഴ്ചപ്പാടിൽ, സിസ്റ്റം ഇൻക്ലൂഡ്സ് ഇൻ്റർ റിലേറ്റഡ് വേരിയബിൾസ്, വ്യത്യസ്ത ഘടകങ്ങൾ, പരസ്പരം എന്ത് ചെയ്യുന്ന ബന്ധപ്പെടുന്ന ഘടകങ്ങൾ ചേരുന്നതാണ് എന്താ സിസ്റ്റം എന്ന് പറയുന്നത്. System is characterized by a set of elements in regular interaction. പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു കൂട്ടം എലമെൻറ്റ്സ് ആണെന്ന് പറയുക ഒരു സിസ്റ്റം. കോംപ്രിഹെൻസീവ്നെസ്, ഇൻ്റർഡിപ്പെൻഡൻസ്, എക്സിസ്റ്റൻസ് ഓഫ് ബൗണ്ടറി, മൾട്ടി ഫങ്ഷണാലിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളെന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ്നെസ് ആണ്. വളരെ സമഗ്രമായ ഒന്നാണ് എന്താ ഒരു സിസ്റ്റം. ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്, അവർക്ക് പരസ്പരം പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ബൗണ്ടറി, അതിന് പ്രത്യേകമായിട്ടുള്ള അതിർത്തി കാണും. ദെൻ മൾട്ടി ഫങ്ഷണാലിറ്റി, ഒരു ഉത്തരവാദിത്വമല്ല പല തരത്തിലുള്ള ഉത്തരവാദിത്വം എന്തിനു കാണും, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കാണും. ദ ലൈക്ക് എ സിസ്റ്റം, ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് ബീൻ ഡിഫൈൻഡ് ഡിഫറെൻ്റ്ലി ബൈ ഡിഫറെൻറ്റ് റൈറ്റേഴ്സ്. ഒരു സിസ്റ്റം എന്നതുപോലെ തന്നെ നമുക്കെന്താ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. സോഷ്യൽ സിസ്റ്റം വരാം, ഇക്കണോമിക് സിസ്റ്റം വരാം, കൾച്ചറൽ വരാം, അങ്ങനെ പല ഘടകങ്ങൾ. അതിലൊരു ഭാഗമാണ് ഏതാ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പല ചിന്തകന്മാരും പല കാഴ്ചപ്പാടിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് എ ഹ്യൂമൻ കമ്മ്യൂണിറ്റി that claims the monopoly of legitimate use of physical force within a given territory. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹ്യൂമൻ കമ്മ്യൂണിറ്റിയാണ്, ഒരു മനുഷ്യൻ്റെ സമൂഹം, ഒരു മനുഷ്യൻ്റെ വിഭാഗമാണ്. അവരെന്ത് ചെയ്യുന്നു, ലെജിറ്റിമേറ്റ് യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നിയമപരമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മൊണോപ്പൊളി ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് നിയമപരമായ ഭൗതിക ശക്തിയിൽ കൂടി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മൊണോപ്പൊളിക്ക് വേണ്ടി വാദിക്കുന്ന
ഒരു വിഭാഗം ജനങ്ങളാണ് എന്ന് പറയുക ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മാക്സ് വെബറുടെ കാഴ്ചപ്പാടിലാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റി, ഒരു മനുഷ്യ സമുദായം. അവിടെ എന്ത് ചെയ്യുന്നു? ദേ ക്ലെയിംസ് മൊണോപ്പൊളി. എന്താവശ്യപ്പെടുന്നു? മൊണോപ്പൊളി, കുത്തക, മേധാവിത്വം. അവരെന്ത് ചെയ്യുന്നു? മേധാവിത്വത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. ആ ഹ്യൂമൻ കമ്മ്യൂണിറ്റി, അതായത് ഒരു പർട്ടിക്കുലർ ടെറിട്ടറിയിൽ, ഒരു ഭൂപ്രദേശത്തിൽ അവരുടേതായ ഒരു രാജ്യം, അവരുടേതായ ഒരു മേധാവിത്വം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഇല്ലീഗലായിട്ടല്ല, ലെജിറ്റിമേറ്റായ രീതിയിൽ, നിയമപരമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താണ് ലീഗലായ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ ഫോഴ്സ് അവരെന്ത് ചെയ്യാൻ ഒരു വിഷം ഉപയോഗിക്കും. ഭൗതികമായ ശക്തി, അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പ്രദേശത്തിൽ ഒരു ഡോമിനേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന മാടമ്പിമാരെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിഭാഗം ആളുകളാണ് എന്ത് പറയുക ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായപ്പോൾ? ക്ലിയർ ആയോ? ഇനി അടുത്ത ആളിനെ നമുക്ക് നോക്കാം. റോബർട്ട് ഡാളിൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് എനി പെർസിസ്റ്റൻ്റ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ മനുഷ്യൻ്റെ പരസ്പരമുള്ള എന്താ ബന്ധങ്ങളുടേതായ ഒരു രീതിയാണ്. മനുഷ്യൻ പരസ്പരം എന്ത് ചെയ്യുന്നു? ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇൻവോൾവ്സ് എ സിഗ്നിഫിക്കൻ്റ് എക്സ്റ്റെൻറ്റ് പവർ, റൂൾ ഓർ അതോറിറ്റി. അതിനെന്തായിരിക്കണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ, വ്യാപ്തി വേണം, അധികാരം വേണം, നിയമം വേണം, ആധികാരികത വേണം. അപ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആധികാരികതയുടെ അടിസ്ഥാനത്തിൽ, പവറിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യാപ്തിയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ചേരുന്നതാണ് എന്താ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയും. അത് പറഞ്ഞത് റോബർട്ട് ഡാളാണ്. ദെൻ ആൽമണ്ടിൻ്റെ കാഴ്ചപ്പാടിൽ സിസ്റ്റം ഓഫ് ഇൻറ്ററാക്ഷൻ ടു ബി ഫേവേർഡ് ഇൻ ഓൾ ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റീസ് which perform the function of integration and adaptation by means of employment, by threat use of employment of more or less legitimate physical compulsion. നേരത്തെ പറഞ്ഞ ഏറെക്കുറെ എന്താണ്? നിയമപരമായ ഭൗതിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? എംപ്ലോയ്മെൻ്റ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ആളുകൾക്ക് കൊടുക്കാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പരസ്പരം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ചേരുന്നതാണ് എന്ത് പറയുക ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയും. Then scholars in modern times have preferred the use of word political system instead of using the terms like state, government and nation. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ചിന്തകന്മാർ സ്റ്റേറ്റ്, ഗവൺമെൻറ്, നേഷൻ എന്നീ മൂന്ന് പദങ്ങൾക്ക് പകരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന വാക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആവാം, ഒരു സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ആവാം, ഒരു നേഷൻ ആവാം. ഇതിന് പകരമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. സോ ടു ടേക്ക് മോർ കോംപ്രഹെൻസീവ് അനാലിസിസ്, പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കുറേ കൂടി വിശകലനം ചെയ്തതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രം ചേരുന്നതല്ല പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം നോൺ ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി ചേരുമ്പോഴേ എന്താവത്തുള്ളൂ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആവത്തുള്ളൂ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ് കാണേണ്ടത്. ഒന്നാമത്തത് ഇറ്റ് ഹാസ് ആൻ എക്സ്ക്ലൂസീവ് പവർ ടു യൂസ് ലെജിറ്റിമേറ്റ് ഫോഴ്സ്. നിയമപ്രകാരമുള്ള ശക്തി ഉപയോഗിക്കുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഇൻക്ലൂഡ് ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ്, പരമ്പരാഗതമായിട്ടുള്ള ഘടനകളുണ്ട്. അനോമിക് ഫിനോമിന മീൻസ് ആക്രമണ സ്വഭാവമുള്ള പ്രതിഭാസങ്ങൾ ഇതിൽ കാണാം. ആൻഡ് ഫോമൽ ഓർഗനൈസേഷൻ, ഔപചാരികമായിട്ടുള്ള സംഘടനകളും അതിനകത്ത് വരുന്നു പൊളിറ്റിക്കൽ സിസ്റ്റം. അതിപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം, ട്രഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, പരമ്പരാഗതമായിട്ടുള്ള ഘടനയുള്ള സ്ഥാപനങ്ങൾ കാണുമല്ലോ. അനമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ അവർ അക്രമ സ്വഭാവം കാണിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിനകത്ത് വരാം. ദെൻ ഫോമൽ ഓർഗനൈസേഷൻസ്, ഔപചാരികമായ സംഘടനകൾ. ഇനി വേരിയസ് പാർട്സ് ഓഫ് ദ സിസ്റ്റംസ് ആർ ഇൻ്റർഡിപെൻഡൻറ്റ്.
സിസ്റ്റത്തിൻ്റെ വിവിധ ഘടകങ്ങൾ എങ്ങനെയാണ് പരസ്പരം ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. ആൻഡ് സം കൈൻഡ് ഓഫ് ബൗണ്ടറി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ സിസ്റ്റവും എൻവയോൺമെൻറ്റിൻ്റെയും ഇടയിൽ, പരിസ്ഥിതിയുടെയും ഈ സംവിധാനങ്ങളുടെയും ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ബൗണ്ടറി കാണുന്നു. എനി ചേഞ്ച് ഇൻ ഓൺ പാർട്ട് ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ദ ഹോൾ സിസ്റ്റം. ഏതെങ്കിലും ഒരു ഘടകത്തിനൊരു മാറ്റം ഉണ്ടായാൽ അതെന്ത് ചെയ്യുന്നു, ആ സിസ്റ്റത്തെ മുഴുവൻ ഇതെന്ത് ചെയ്യും, ബാധിക്കും. നേരത്തെ തന്നെ പറഞ്ഞ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നൊരു ഹോൾ സിസ്റ്റമാണ്. അതിൽ പല ഘടകങ്ങളാണ്, ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനൊരു പ്രോബ്ലം ഉണ്ടായാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ മൊത്തം ഇത് ബാധിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്തായിട്ട് കാണാം, we can compare the political system as a human body. If any part took place a problem, that will affect the entire body status. എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നത് ബാധിക്കും. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് കോംപ്രിഹെൻസീവ്, വളരെ സമഗ്രമാണ്, സമഗ്രതയുള്ളതാണ് ഏതാ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള സ്ഥാപനങ്ങൾ തമ്മിൽ വളരെയധികം അടുത്തൊരു ബന്ധം എന്ത് ചെയ്യും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സോഷ്യൽ സിസ്റ്റം. ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഏതാണ് ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ യൂണിവേഴ്സൽ, പ്രാപഞ്ചികമാണ്, സാർവത്രികമാണ്, ആഗോളപരമാണ് ഏത് പൊളിറ്റിക്കൽ സിസ്റ്റം. ദീസ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഹാവ് യൂണിവേഴ്സാലിറ്റി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഇവയ്ക്ക് എന്ത് കാണാം, നമുക്ക് ആഗോളപരമായ ചുമതലകളും ഘടനയും കാണാം. കോംപ്രിഹെൻസീവ്നെസ് ഉണ്ടാവുന്നു, സമഗ്രത ഉണ്ടാവുന്നു, ഇൻ്റർഡിപ്പെൻഡൻസ് പരസ്പര ആശ്രയത്വമുണ്ട്, ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ബൗണ്ടറി കോൺസെപ്റ്റ് അതെന്നും വരുന്നു. അതിർത്തികളുടെ നിലനിൽപ്പ് നമുക്ക് ഇവിടെ കാണാം, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് കാണാം. സോ ഈച്ച് പൊളിറ്റിക്കൽ സിസ്റ്റം ഓപ്പറേറ്റ്സ് ഇൻ ആൻ എൻവയോൺമെൻറ്റ്. ഒരു ചുറ്റുപാടിൽ, ഒരു പരിസ്ഥിതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത്. ദി എൻവയോൺമെൻറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് എ സിസ്റ്റം ഓപ്പറേറ്റ്സ്. സോ ദി എൻവയോൺമെൻറ്റ് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് എ സിസ്റ്റം ഓപ്പറേറ്റ്. അപ്പം ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുപാടാണ്. ഈ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഇൻട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റും, മറ്റൊന്ന് എക്സ്ട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ്. എന്ന് വെച്ചാൽ ഇൻട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ സിസ്റ്റം ഫ്രം വിത്തിൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന, ഒരു സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് എക്സ്ട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ് ആണ്. എക്സ്ട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ദ സിസ്റ്റം ഫ്രം ഔട്ട്സൈഡ് ദ സൊസൈറ്റി. സമൂഹത്തിന് പുറത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന എൻവയോൺമെൻറ്റിനെ എക്സ്ട്രാ സോഷ്യൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ സൊസൈറ്റൽ എൻവയോൺമെൻറ്റ് എന്ന് പറയും. ഒരു എൻവയോൺമെൻറ്റ് ആണ് ഒരു സിസ്റ്റത്തിൻ്റെ എന്താ, ഒരു സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ എൻവയോൺമെൻറ്റ് നമുക്ക് രണ്ടായിട്ട് പറയാം, എക്സ്ട്രാ സൊസൈറ്റിലും ഇൻട്രാ സൊസൈറ്റിലും. ഇൻട്രാ സൊസൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് ഉള്ളിലുള്ള ചുറ്റുപാട്, എക്സ്ട്രാ സൊസൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് പുറത്തുള്ള ചുറ്റുപാട്. ഇനി ബാക്കി നോക്കാം. ഇറ്റ് ഈസ് ദി എൻവയോൺമെൻറ്റ് ഫ്രം വിച്ച് ദ ഡിമാൻഡ് ആൻഡ് സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ ടുവേഴ്സ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഡെവലപ്സ്. അപ്പോൾ ആ ചുറ്റുപാടിൽ നിന്നാണ് ജനങ്ങൾക്കുള്ള ഡിമാൻഡുകളും അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടുകളും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം വിച്ച് കൺവേർട്സ് ദ ഇൻപുട്ട് ഓഫ് ദ പീപ്പിൾ ഇൻ ടു ഔട്ട്പുട്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇൻപുട്ട്. ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ കാണുമല്ലോ, അതെവിടെ കൊടുക്കുന്നു, നമ്മൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് നൽകുന്നു. ആ ജനങ്ങളിലേക്ക്, ആ അങ്ങനെയുള്ള ഈ ഒരു ജനങ്ങളുടെ ഇൻപുട്ടാകുന്ന ഡിമാൻഡുകളെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ടാകുന്ന ഔട്ട്പുട്ടാക്കി മാറ്റുന്ന സംവിധാനമാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ ഇൻപുട്ടാകുന്ന ഡിമാൻഡ് നമുക്ക് ഇൻപുട്ട് എന്ന് വിളിക്കാം. അത് എന്ത് ചെയ്യുന്നു, ഒരു പ്രോസസ്സിൽ കൂടി എന്തായിട്ട് മാറുന്നു, ഔട്ട്പുട്ടായിട്ട് മാറുന്നു. അത് നടക്കുന്ന എവിടെയാണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലാണ് ഈ ഒരു പ്രക്രിയ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അത് പറഞ്ഞു തരാം, ഈ പടം വരുമ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷൻ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അന്നേരം തൽക്കാലം ഇങ്ങനെ ഓർത്തിരിക്കാം. ഇനി ദ എക്സ്ട്രാ സൊസൈറ്റൽ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസസ് the political system outside the society in the form of
ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. ഇനി ഇപ്പോൾ ഇൻട്രാ സൊസൈറ്റൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിക്കുള്ളിലുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി എക്സ്ട്രാ സൊസൈറ്റൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് സൊസൈറ്റിയാണ്. അതെന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അല്ലെ, ഇപ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള പൊസിഷൻ നിൽക്കാൻ കഴിയുമോ? ഇല്ല. വി ആർ ഡിപ്പെൻഡിങ് അതർ കൺട്രീസ് ഫോർ അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റു രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ എക്സ്ട്രാ സൊസൈറ്റൽ എൻവയോൺമെൻറ്റിനകത്ത് വരുന്ന എന്താണ്? ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ട്രാ സൊസൈറ്റൽ എൻവയോൺമെൻറ്റിനകത്ത് വരുന്നത്. അത്രയാണ് അവിടെ ആ ഫീച്ചേഴ്സ് നമുക്ക് ഓർമ്മിക്കുന്നത്. ഇനി അടുത്ത ഫംഗ്ഷനാണ്. ദ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഹാഡ് ടു പെർഫോം പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം പെർഫോം ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ, സംരക്ഷണപരമായിട്ടുള്ള ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. ബട്ട് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം നോട്ട് ഓൺലി പെർഫോം പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ബട്ട് ആൾസോ പ്രൊമോട്ട് വെൽഫെയർ ആക്ടിവിറ്റി. എന്നാൽ ആധുനിക രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? വെൽഫെയർ ഫംഗ്ഷൻ, ക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ഡേവിഡ് ഈസ്റ്റൺ, ദ ഫംഗ്ഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഡേവിഡ് ഈസ്റ്റൻ്റെ കാഴ്ചപ്പാടിൽ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ചുമതലയെന്ന് പറയുന്നത് അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസിൻ്റെ, മൂല്യങ്ങളുടെ ആധികാരികമായ വിതരണമാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയും. ഇൻ അതർ വേർഡ്സ്, the authority of political system allocates or distribute the scarce resources of state for satisfying unlimited wants of the people. അതായത് മറ്റൊരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അതോറിറ്റി എന്ത് ചെയ്യുന്നു? അവർക്കുണ്ടാവുന്ന സ്കേഴ്സ് റിസോഴ്സുകൾ, പരിമിതമായ വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? എക്കണോമിക്സാണ്. പരിമിതമായ വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റേറ്റിലെ വിഭവങ്ങളെല്ലാം എന്തായിരിക്കും? പരിമിതമായിരിക്കുമല്ല എപ്പോഴും. അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദേ ക്യാൻ സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് വാണ്ട്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും എന്താ? കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ദ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദം ആർ ലിമിറ്റഡ്. നിങ്ങൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണല്ലേ? ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമ്മ്യൂണിറ്റി ഓർ എ തിങ്, അല്ലേ? അവർ ഡിമാൻഡ്സ് ആർ unlimited but the resources to satisfy them are limited. അപ്പോൾ ഈ ജനങ്ങളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ സ്റ്റേറ്റിൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആൽബർട്ട് പ്രസന്റ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ഇൻ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് 4 input structures and functions and 3 output structures and functions. ആൽബർട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു തിയറിയാണ് സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ 3 ഇൻപുട്ട് സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും ഉണ്ട്. 4 ഇൻപുട്ട് സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും വരുന്നു. ദെൻ 3 ഔട്ട്പുട്ട് സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും ഉണ്ടെന്ന് പറയും. അപ്പോൾ ആൽബർട്ടിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് അല്ലെങ്കിൽ ഡേവിഡ് ഈസ്റ്റൻ്റെ മോഡൽ ഓഫ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. David Easton, one of the pioneers of political system, presented input-output model of analysis. അതായത് രാഷ്ട്രീയ സംവിധാനത്തിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ തുടക്കക്കാരിലൊരാളാണ്. നമ്മൾ പഠിക്കാനില്ല, അടുത്ത വർഷം നമുക്ക് പഠിക്കാം. അപ്രോച്ചസ് ടു സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് കോട്ടൺ തിയറിയിലൊരു പാർട്ടാണ് അപ്രോച്ചസ്. അതിനകത്ത് ബിഹേവിയറലിസം, പോസ്റ്റ് ബിഹേവിയറലിസം ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന ഈ ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ വക്താക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. അപ്പോൾ ഹി അസ്യൂംസ് ദാറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് എ ബ്ലാക്ക് ബോക്സ്. ഡേവിഡ് ഈസ്റ്റിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേവിഡ് ഈസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. വിച്ച് കൺവേർട്സ് ദ ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. ഈ ഇൻപുട്ടുകളെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയും. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, സപ്പോർട്ട് ആൻഡ് അപ്പാതി. ഡിമാൻഡ് മീൻസ് അറിയാമല്ലോ, ഡിമാൻഡ്, സപ്പോർട്ട്, അപ്പാതി. അപ്പാതി മീൻസ് ഏലിനേഷൻ, ഒറ്റപ്പെടൽ. ഇനി ഡിമാൻഡ്സ് ആർ ദ ഡിസൈർസ് ഓഫ് ദ പീപ്പിൾ എക്സ്പെക്റ്റഡ് ടു സാറ്റിസ്ഫൈ ബൈ ദ പൊളിറ്റിക്കൽ സിസ്റ്റം.
ഇപ്പം ഗവൺമെൻറ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് കാണാം നമുക്ക് അല്ലേ. അതിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് എന്താ ഡിമാൻഡ് എന്ന് പറയാം. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോർട്ട് ആർ ദ ബാക്കിംഗ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ബാക്കിംഗ് ആണെന്ന് പറയുന്നത് സപ്പോർട്ട്, ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നു. അപ്പാതി എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പീപ്പിൾ ടുവേഴ്സ് ഡിഫറെൻ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം. വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളോട് ആര് കാണിക്കുന്ന ജനങ്ങൾ കാണിക്കുന്ന ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ എന്ത് പറയാം? അപ്പാതി. ഇപ്പോൾ എല്ലായ്പ്പോഴും ആറ്റിറ്റ്യൂഡ് ഒരേപോലെ ആവണമെന്നില്ല, എല്ലാത്തിനും സംഭവിക്കാം, മാറ്റം ഉണ്ടാവാം. ഇനി ഈ ഇൻപുട്ട് എമർജസ് ഫ്രം ദി എൻവയോൺമെൻറ്റ്. ഇൻപുട്ട് എവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ ചുറ്റുപാടിലേ ഉണ്ടാവുന്നത്. അതെന്തായിട്ട് മാറപ്പെടാം? പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കൂടി എന്താവുന്നു? ഔട്ട്പുട്ടായിട്ട് എന്ത് ചെയ്യുന്നു? മാറപ്പെടും. അപ്പോൾ ഔട്ട്പുട്ട് ആർ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ടു സാറ്റിസ്ഫൈ ദ ഇൻപുട്ട്. ഇപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഡിമാൻഡ്, ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങളുടെ സഹകരണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ടാക്കി മാറ്റും. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ കൂടി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഔട്ട്പുട്ടാക്കി മാറ്റും. So output are taken by the branches of government in the forms of rule making, rule application and rule adjudication. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ട് കാണും. ആ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യങ്ങൾ വെക്കുന്നു. ആ ആവശ്യങ്ങളെന്ന് പറയുന്നത് ഒരു ബോക്സിലൂടെ, ഗവൺമെൻറ് എന്ന് പറയുന്നൊരു ബോക്സിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കടത്തിവിടുമ്പോൾ അവിടെ ഒരു കൺവേർഷൻ നടക്കും. ആ കൺവേർഷനിൽ കൂടി എന്തുണ്ടാവും? ഔട്ട്പുട്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഗവൺമെൻറ് മുമ്പാകെ എന്ത് ചെയ്യുന്നു? ജനപ്രതിനിധികൾ വഴി നമ്മൾ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിക്കുമ്പോൾ എല്ലാ ആവശ്യങ്ങളും എന്ത് ചെയ്യണമെന്നില്ല, ഇവർ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അതെങ്ങനെയാണ് വരുന്ന ഈ ആവശ്യങ്ങൾ ഔട്ട്പുട്ടായി മാറുന്നത്? റൂൾ മേക്കിങ്ങിലൂടെ, റൂൾ ആപ്ലിക്കേഷനിലൂടെ, റൂൾ അഡ്ജുഡിക്കേഷനിൽ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഔട്ട്പുട്ടായി വരുന്നത്. ഇഫ് ദ ഔട്ട്പുട്ട് ആർ നോട്ട് സാറ്റിസ്ഫാക്ടറി ടു ദ ഇൻപുട്ട്, സച്ച് ഡിസിഷൻ പുട്ട് ബാക്ക് ആസ് ഇൻപുട്ട്. ഇപ്പോൾ നമ്മൾ എല്ലാം കൊടുക്കുന്ന ഇൻപുട്ടുകളും എന്താവണമെന്നില്ല? ഔട്ട്പുട്ട് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ബാക്കിയുള്ള അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എടുക്കാൻ കഴിയാത്ത ഔട്ട്പുട്ടിൻ്റെ ബാക്കിയുണ്ടല്ലോ, ആ ബാക്കിയുള്ള ഔട്ട്പുട്ട് പിന്നെ എങ്ങോട്ട് പോകും? തിരിച്ച് പഴയതുപോലെ ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യുന്നു? മടങ്ങുന്നു. നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഞാനിപ്പോൾ തന്നെ എൻ്റെ വീടൊരു സിസ്റ്റമാണ്. എൻ്റെ അച്ഛൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ്? ഒരുപാട് ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു? വെക്കുന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് എന്ത് ചെയ്യുന്നു? എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ആവശ്യമേ എന്ത് ചെയ്യുന്നുള്ളൂ? അച്ഛൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കിടക്കുകയാണ്. അപ്പോൾ അത് പിന്നെ എന്താണ്? എൻ്റെ കൈവശമുണ്ട്. ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? കുറേ കാലം കഴിയുമ്പോൾ പിന്നെ അവിടെ അവതരിപ്പിക്കുന്നു. അത് ഇങ്ങനൊരു കൺവേർഷൻ പ്രോസസ്സാണ്, ഒരു റൊട്ടേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ബാക്കി വരുന്ന ഇൻപുട്ടുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യാത്ത അല്ലെങ്കിൽ ഔട്ട്പുട്ടുകളാവാത്ത ഇൻപുട്ടുകളെ പിന്നെ എവിടേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നു? ഇൻപുട്ടിലേക്ക് മടങ്ങിക്കൊണ്ടുവരുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സാണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. അതായത് കൺവേർഷൻ ഓഫ് ഇൻപുട്ട് into output. So it is a rotation process. That process is known as again this input may converted into output. അതിങ്ങനെ എന്ത് ചെയ്യുന്നു? വന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. So it is a cyclic process through which the consequences of outputs are put back as input. ഈ ഔട്ട്പുട്ടിൻ്റെ കോൺസിക്വൻസ് പിന്നെ എന്ത് ചെയ്യുന്നു? ഇൻപുട്ടുകളായിട്ട് മാറുന്നു. അതിന് നമുക്ക് എന്താ ഈ ഒരു പിക്ചറിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു ബോക്സാണ്. ഇതാണ് എന്താ പറയുന്നത്? ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. ഈ ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളായ ഡിമാൻഡും സപ്പോർട്ടും അപ്പാതിയും എന്ത് ചെയ്യുന്നു? ഈ ബോക്സിൽ വെച്ചിട്ട് ഒരു കൺവേർഷൻ പ്രോസസ്സ് വഴി എന്തായാലും ഡിമാൻഡ്, സപ്പോർട്ട്, അപ്പാതി. സപ്പോർട്ട് അപ്പാതി നമ്മൾ പറഞ്ഞു. സപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ബാക്കിംഗ് ആണ്, ജനങ്ങളുടെ പിന്തുണ. അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഓരോ ആളുകളും എങ്ങനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നോക്കിക്കാണുന്നത് അതിനെ നമ്മളെന്ത് പറയുന്നത്? അപ്പാതി എന്ന് പറയുന്നത്. ആ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ടുവേഴ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മളോട് കൊടുക്കുന്നു.
ഡിമാൻഡ് സപ്പോർട്ട് അതൊരു ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന മോഡൽ. ഒരു ബോക്സാണ്. ഈ ബോക്സിൽ നമുക്ക് ഗവൺമെൻറ് ആയിട്ട് കാണാം. ഇവിടെ വെച്ചിട്ട് ഇവർ കൊടുക്കുന്ന ഡിമാൻഡുകൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ്? ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, റൂൾ മേക്കിംഗ്, റൂൾ ആപ്ലിക്കേഷൻ, റൂൾ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന 3 പ്രോസസ്സ് വഴി എന്താവുന്നു? ഔട്ട്പുട്ടായിട്ട് മാറുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസിഷൻസും പോളിസീസും ആണ്. അത് നമ്മളിവിടെ കൊടുത്ത എല്ലാ ഇൻപുട്ടുകളും എന്താവണമെന്നില്ല, ഡിസിഷൻ ആവണമെന്നില്ല. ബാക്കി വരുന്ന ഈ എൻവയോൺമെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള സംഗതിയുണ്ട് അല്ലേ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെയും കൊണ്ടുപോയി എവിടേക്കാക്കുന്നു? ഇൻപുട്ടിലേക്ക് മാറ്റുന്നു. ഇങ്ങനെ ബാക്കി അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഔട്ട്പുട്ടുകളെ എങ്ങോട്ട് മാറ്റുന്ന? ഇൻപുട്ടുകളാക്കി മാറ്റുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താ? ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയാം. അല്ല, സംഭവം പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ദ കൺവേർഷൻ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ഔട്ട്പുട്ട് ഇൻ ടു ഇൻപുട്ട്. നമ്മൾ ആദ്യം കൊടുത്ത ഇൻപുട്ട് എല്ലാം സാറ്റിസ്ഫൈഡ് ആയോ? ഇല്ല, ആവാത്തത് ഔട്ട്പുട്ടായിട്ട് വന്നിട്ടില്ലേ? അതിന് നമ്മൾ എഗെയിൻ പിന്നെ എന്ത് ചെയ്യുന്നു? ഇൻപുട്ടിലേക്ക് കൊടുക്കും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്താ? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി എത്രയാണ് അതിനകത്ത് ഓർത്തിരിക്കുന്നത്? അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഓഫ് ഡേവിഡ് ഈസ്റ്റൺ ആണ്. ഇതിൻ്റെ ബ്ലാക്ക് ബോക്സ് മോഡൽ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടും. ഒന്ന് സ്റ്റോപ്പ് ചെയ്യവിടെ. അടുത്ത സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. അതിന് നമുക്ക് ആൽമണ്ട് മോഡൽ ഓഫ് അനാലിസിസ് എന്ന് വിളിക്കും. ഇത് നമ്മൾ കണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ്. അത് ഡേവിഡ് ഈസ്റ്റൻ്റെ മോഡൽ. ഇപ്പം എക്സാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കുക, എന്താ എക്സ്പ്ലെയിൻ ഈസ്റ്റൻസ് മോഡൽ ഓഫ് അനാലിസിസ് എന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എഴുതണം. ഇനി സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ് അല്ലെങ്കിൽ ആൽമണ്ട് മോഡൽ ഓഫ് അനാലിസിസ് എഴുതുമ്പോൾ പ്രകാരം സ്വദേശത്തേക്ക് ഇത്ര എക്സ്പ്ലനേഷന് ശേഷം ഈ പടവും കൂടി എന്ത് ചെയ്യണം? വരച്ച് വെക്കണം. കറക്റ്റ് ഫുൾ മാർക്കോടെ വരും. So, Almond broadly classified the functions of political system in 2 categories. Almond ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസിന് 2ആയി തിരിക്കുന്നു. ഒന്ന് ഇൻപുട്ട് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്നും മറ്റൊന്ന് എന്താ? ഔട്ട്പുട്ട് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അതിൽ ഇൻപുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ആൽമണ്ട് there are 4 input structures. 3 ഇൻപുട്ട് സ്ട്രക്ചറാണ് ആര് കൊടുക്കുന്നത്? ആൽമണ്ട് കൊടുക്കുന്നത്. They are political socialization, political recruitment and interest articulation. Political socialization, political recruitment, political socialization and recruitment. Then interest articulation, interest aggregation and political communication. ഒന്നാമത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ റിക്രൂട്ട്മെൻറ്റുമാണ്, രണ്ടാമത്തെ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷനാണ്, മൂന്നാമത്തെ ഇൻട്രസ്റ്റ് അഗ്രിഗേഷനാണ്, നാലാമത്തെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഇൻട്രസ്റ്റ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ട്രാൻസ്ഫർ ഓഫ് നോളജ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ആണ് എന്താ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. സോ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ് നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്ന അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന പ്രക്രിയയാണ് എന്താ? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റ്. അത് ഏത് അത്യാവശ്യമാണ്? പൊളിറ്റിക്കൽ റിക്രൂട്ട്മെൻറ്റിന് വളരെയധികം എന്താ? അത്യാവശ്യമാണ്. ഇനി ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്സ് മേക്ക് ഡിമാൻഡ്സ് അപ്പോൺ ദ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കേഴ്സ്. രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളുടെ മുകളിൽ ജനങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നു? അവരുടെ ഡിമാൻഡുകൾ മുൻപോട്ട് വെക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താ? ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ എന്ന് പറയും. ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ മീൻസ് interrelating the interest articulated by the groups and communicated towards decision makers. നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസിഷൻ മേക്കിയേഴ്സിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുണ്ടാകുന്ന ലിങ്കാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇത് 3 ഇൻപുട്ട് സ്ട്രക്ചർ, 4 ഇൻപുട്ട് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ആൽമണ്ടിൻ്റെ കാഴ്ചപ്പാടിൽ 4 ഇൻപുട്ട് സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനാണ് വരുന്നത്. ഇൻപുട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ ആൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് ഓരോന്നും നമ്മൾ പറഞ്ഞു. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താ? രാഷ്ട്രീയപരമായ അറിവുകൾ എന്ത് ചെയ്യുന്ന തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറും. ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ എവിടെ ഇരുന്നു? ജനപ്രതിനിധി മുമ്പാകെ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കും. ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സമർപ്പിക്കുന്ന ഈ
പ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ആവശ്യങ്ങൾ ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ കണ്ടുപിടിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രക്രിയ. ദെൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളും ഗവൺമെൻറ് തമ്മിലുണ്ടാകുന്ന ഒരു ലിങ്കാണ്. ഇനി അടുത്തത് ഔട്ട്പുട്ട് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അക്കോർഡിംഗ് ടു ആൾമെൻഡ്, rule making, rule application and rule adjudications are the output function performed by legislature, executive and judiciary. പാർലമെൻറ്റ് കാഴ്ചപ്പാടിൽ നിയമനിർമ്മാണം, നിയമനിർവഹണം, നിയമവ്യാഖ്യാനം അല്ലെങ്കിൽ നീതിന്യായം എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും ചുമതലകളാണ്. ലെജിസ്ലേച്ചർ മേക്സ് ലാസ് ത്രൂ എ സ്പെസിഫിക് ലോ മേക്കിംഗ് പ്രോസസ്. ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു, കൃത്യമായ നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടി നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. എക്സിക്യൂട്ടീവ് ഇഷ്യൂസ് ഓർഡേഴ്സ്. എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു, ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ടു ഇംപ്ലിമെൻറ്റ് ദ ലോസ്. ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് എക്സിക്യൂട്ടീവാണ്. ജുഡീഷ്യറി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു ഇൻ്റർപ്രിറ്റ് ലോസ്. ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്, നിയമത്തെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഉണ്ട്. സോ ദെർഫോർ 7 സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ. 4 നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ 3 പറഞ്ഞു. ദ സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ് ഒറിജിനേറ്റഡ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ആന്ത്രോപോളജി. ആന്ത്രോപോളജിയിലാണ് എന്ത് ആവിർഭവിച്ചത്, ഈ സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ് ആദ്യമായിട്ട് ഉദയം ചെയ്യുന്നത്. ഇറ്റ് വാസ് ബോറോഡ് ആൻഡ് അഡോപ്റ്റഡ് ഇൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. പിന്നീട് എന്ത് ചെയ്തു, സോഷ്യോളജിയിലേക്കും പൊളിറ്റിക്കൽ സയൻസിലേക്കും ആന്ത്രോപോളജി മീൻസ് നരവംശാസ്ത്രം. അതിനകത്ത് ആണിത് വരുന്നത്, എങ്ങനെയാണെന്ന് പറയുന്നില്ല. ആന്ത്രോപോളജിയിലത് മനുഷ്യൻ്റെ ഉൽപ്പത്തി വികാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഈ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയതായിരിക്കും. ബോഡി സ്ട്രക്ചർ ബയോളജിയിൽ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ ആയിരിക്കാം. So it was borrowed and adopted in sociology and political science. According to Almond, there are certain structures that perform certain functions. ചില സ്ട്രക്ചറുകൾക്ക് എന്തുണ്ട്, ചില ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയും. ഇതാണ്ട് ഒരു സ്ട്രക്ചർ നോക്കിയാൽ ഇൻപുട്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, ഇൻപുട്ട് സ്ട്രക്ചേഴ്സ് ഫങ്ഷൻസ് 4 വരുന്നത് ഏതൊക്കെയാണ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, റിക്രൂട്ട്മെൻറ്റ്, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റ് അഗ്രിഗേഷൻ, പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഔട്ട്പുട്ടിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്, 3 ഈ റൂൾ മേക്കിംഗ്, റൂൾ ആപ്ലിക്കേഷൻ, റൂൾ അഡ്ജുഡിക്കേഷൻ. റൂൾ മേക്ക് ചെയ്യുന്ന ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. സോ ദ സിസ്റ്റം അനാലിസിസ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ വാല്യുബിൾ ടൂൾസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏതാ, ഈ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾ എ സീരിയസ് സ്റ്റുഡൻസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ടു കമ്പയർ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ ഇത് സഹായിക്കുന്നു, ഈ സിസ്റ്റം അനാലിസിസ് സഹായിക്കും.